പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഉയിർപ്പിന്റെ 7-ാം ഞായറാഴ്ചയാണിത്. ഈ ഭാഗം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. നോക്കുക, ഭക്ഷണമേശ ആത്മീയതയുടെ പ്രധാനപ്പെട്ട ഒരു ഉറവിടമാണ്. സൗഹൃദത്തിൻ്റെ കൂട്ടായ്മയുടെയൊക്കെ പ്രധാന സന്ദർഭമാണ് ഭക്ഷണ മേശ എന്ന് പറയുന്നത്, ഭക്ഷണത്തിൻ്റെ ഇടം എന്ന് പറയുന്നത്. വിശുദ്ധ കുർബാന, അതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കേണ്ടതാണ്. വിശുദ്ധ കുർബാന പോലും സെഹിയോൻ ഊട്ടുശാലയിൽ വെച്ചാണ് ഈശോ സ്ഥാപിച്ചത്. ഭക്ഷണത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ടാണ്. നമ്മൾ നമ്മുടെ ഭക്ഷണ സാഹചര്യങ്ങളെക്കുറിച്ച്, വീടുകളിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. സുറിയാനി പാരമ്പര്യത്തിൽ, പൗരസ്ത്യ പാരമ്പര്യത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, ഭാരതത്തിൽ പ്രാർത്ഥനയും ഒരുമിച്ചുള്ള ഭക്ഷണവും പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു. നോക്കുക, ഇവിടെ എല്ലാ ശിഷ്യന്മാരും ഒരുമിച്ച് ഭക്ഷണത്തിനിരിക്കുമ്പോഴാണ് ഈശോ പ്രത്യക്ഷപ്പെടുന്നത്. നമ്മുടെ ഭക്ഷണമേശയുടെ സൗഹൃദത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. എപ്പോഴൊക്കെയാണോ നമ്മൾ ഒരുമിച്ചുള്ള ഭക്ഷണം നഷ്ടപ്പെടുത്തുന്നത്, എപ്പോഴൊക്കെയാണ് ഒരുമിച്ചുള്ള പ്രാർത്ഥനകളൊക്കെ നമുക്ക് അന്യമാകുന്നത്, ആ സമയത്തൊക്കെ ദൈവികമായ സാന്നിധ്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നു. നമ്മുടെ ആത്മീയതയിൽ നമ്മൾ താഴോട്ട് പോകുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ ഓർക്കുക, വല്യപ്പന്മാരും വല്യമ്മമാരും, അപ്പനും പപ്പായും മമ്മിയും, അപ്പനും അമ്മയും, എല്ലാവരും, കുഞ്ഞുങ്ങളും എല്ലാം കൂടെ കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വലിയൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു. ഇന്ന് പക്ഷേ നമുക്ക് സംഭവിക്കുന്ന അപജയം ഓർക്കൂ. അപ്പനും അമ്മയും, വല്യപ്പനും വല്യമ്മയും ഒക്കെ അവരുടെ സമയത്ത് ഭക്ഷണം കഴിക്കുന്നു, ബാക്കിയുള്ളവരല്ലാത്ത സമയത്ത് ഭക്ഷണം കഴിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥനകൾ നടത്തുന്നത് തന്നെ കുടുംബങ്ങൾ എത്രയുണ്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന കുടുംബങ്ങൾ എത്രയുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയകാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. അപ്പോൾ ഈശോ കുറ്റപ്പെടുത്തിയത് ഇതാണ്: അവനെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം. അപ്പോൾ ദൈവാനുഭവം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ദൈവാനുഭവമുള്ള ആളുകളെ ഇന്ന് നമ്മുടെ സമൂഹം എന്തുമാത്രമാണ് വിശ്വസിക്കുന്നത്? അല്ലെങ്കിൽ ദൈവാനുഭവമുള്ള ആളുകളെ വിശ്വസിക്കാൻ, അവരെ ആദരിക്കാൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടോ? ഇന്ന് എത്രയെല്ലാം വീടുകളിലേക്ക് കടന്നു വരുമ്പോഴാണ്, അച്ഛന്മാരും സിസ്റ്റേഴ്സൊക്കെ വരുമ്പോൾ എത്ര വീടുകളിൽ നമ്മുടെ കുട്ടികളൊക്കെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ ഇടയ്ക്ക് ഒരു സിസ്റ്റർ മാർപ്പാപ്പായുടെ, ജോൺ പോൾ 2-ാം പാപ്പായുടെ ഒരു ആ സമയത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ കുട്ടികളുടെ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യാണ്. അപ്പോൾ ഒരു 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പിന്നീട് സിസ്റ്റർ ചോദിക്കുകയാണ്, ഞാൻ അയച്ചത് കണ്ടിരുന്നോ എന്ന് പറയുമ്പോൾ തമാശ രൂപത്തിലാണെങ്കിലും പറയുകയാണ്, ഓ, സിസ്റ്റർമാരൊക്കെ അയക്കുന്ന ഇപ്പം ആര് കാണാനാണ്? 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പറയുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തതും. ഹിന്ദുവിലാണ് ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു. പോപ്പ് ലിയോ, ഇത് റിയാലിറ്റീസ് ഇൻ ഇന്ത്യൻ കാത്തോലിസിസം എന്ന് പറഞ്ഞിട്ട് ഒരു റിസർച്ച് ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിരുന്നു. അവിടെ അവർ പറയുന്ന ഇതാണ്: നമ്മുടെ ഇടയ്ക്ക്, കത്തോലിക്കരുടെ ഇടയ്ക്ക്, നമ്മുടെ നേതാക്കന്മാരെ അല്ലെങ്കിൽ മത നേതാക്കന്മാരെ ഫോളോ ചെയ്യുന്നവരുടെ എണ്ണം അവർ പറയാം വെറും 11%. അത് ശരിയാണോ എന്ന് നമ്മൾ വീണ്ടും ചിന്തിക്കേണ്ടതുണ്ട്. കാരണം മറ്റു പല സ്ഥലത്തുമൊക്കെ അത് കൂടുതലായിട്ട് ഇങ്ങനെ കാണിക്കുന്നു. അതിൻ്റെ അകത്ത് എന്തെങ്കിലും തെറ്റ്, പക്ഷേ എങ്കിൽ പോലും ഹിന്ദുവിൽ അങ്ങനെ ഒരു ലേഖനം പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് രണ്ടാമത്തെ കാര്യം, ഈശോയുടെ അവരുടെ ഹൃദയകാഠിന്യത്തെയും വിശ്വാസരാഹിത്യത്തെയും കുറ്റപ്പെടുത്തി. നമ്മുടെ ആത്മീയ വളർച്ചയെ നമുക്ക് വിഘാതമായി നിൽക്കുന്ന 2 കാര്യങ്ങൾ ഇതാണ്: നമ്മുടെ ഹൃദയകാഠിന്യവും വിശ്വാസരാഹിത്യവും. മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൽ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലും നമ്മളെ തടയുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ഇതാണ്. അതുകൊണ്ടാണ് ഈശോ അവരെ കുറ്റപ്പെടുത്തുന്നത്. ഇനി നമ്മൾ താഴേക്ക് വരുമ്പോൾ ഈശോ പറയുന്നു, നിങ്ങൾ എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കും. ലോകമെങ്ങും പോയി സകല ജനതകളോടും സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ, അവരെ ജ്ഞാനസ്നാനപ്പെടുത്തുവിൻ എന്ന് ഈശോ പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക,
നമ്മൾ എന്തുമാത്രമാണ് മറ്റുള്ളവരോട് സുവിശേഷം എന്ന് പറയുന്നത് ക്രൈസ്തവരെന്ന നിലയ്ക്ക്. ഞാൻ ഓർക്കുന്നത് ഒരു ടാക്സി ഡ്രൈവറെ കുറിച്ച്, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ ഇതായിരുന്നു, സുവിശേഷം കുഞ്ഞേട്ടൻ. അദ്ദേഹം എവിടെയെല്ലാം പോയി, ഏത് ജാതി മതത്തിൽപ്പെട്ടവർ അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ കയറിയാലും അദ്ദേഹം അവരോട് സുവിശേഷം പങ്കുവയ്ക്കുമായിരുന്നു. ഇന്ന് എന്തുമാത്രമാണ് നമുക്ക് ആ ഒരു ഫയറുണ്ടോ നമ്മുടെ മനസ്സിൽ സുവിശേഷം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടി? ഫേസ്ബുക്കിൽ ഒരു വാർത്ത ഒരു ദിവസം ഇതാണ്, ഉത്തരേന്ത്യയിലെങ്ങാണ്ട് പിന്നെ 2-3 വൈദികരെ മർദ്ദിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് വാർത്ത കൊടുത്തപ്പോൾ നമ്മുടെ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകൾ താഴെ വരിക, എന്തിനാ ഈ മതപരിവർത്തനത്തിനൊക്കെ പോയിട്ടല്ലേ? നോക്കുക എത്ര മാത്രമാണ് നമ്മളെക്കുറിച്ച് തന്നെ അറിവില്ലാത്ത, ബോധ്യങ്ങളില്ലാത്ത ആളുകൾ നമ്മുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്നത് എന്നുള്ളതാണ്. എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കും. നമ്മൾ ഫ്രാൻസിസ് അസീസിയുടെയൊക്കെ ജീവചരിത്രത്തെ നമ്മൾ കാണുന്നുണ്ട്. സർവചരാചരങ്ങളോടും സുവിശേഷം പ്രസംഗിക്കുന്ന ഫ്രാൻസിസ് അസീസി. അതുപോലെ ഉടനെ തന്നെയാണല്ലോ, നമ്മൾ അടുത്ത ആഴ്ചയിലാണല്ലോ അന്തോണീസ് പുണ്യാളന്റെ തിരുനാൾ. മത്സ്യങ്ങളോട് സംസാരിക്കുന്ന, സുവിശേഷം പ്രസംഗിക്കുന്ന. അപ്പോൾ അതിൻ്റെ അർത്ഥം സകല ജീവജാലങ്ങളെയും ഒരുപോലെ അവരോട് സുവിശേഷം പ്രസംഗിക്കാനായിട്ട് ഈശോ പറയാണ്. ഫ്രാൻസിസ് അസീസിയെ കുറിച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്ന ലെയോ ഒരിക്കൽ പറയാണ്, ക്രിസ്തു എന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ, ഈശോ എന്ന വാക്ക് ഫ്രാൻസിസ് ഉച്ചരിക്കുമ്പോൾ ആ ചുണ്ടുകളിൽ നിന്ന് തീ പടരുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നിയിരുന്നു എന്നുള്ള സാക്ഷ്യം. അപ്പോൾ ആ തരത്തിൽ നമ്മൾ ഓർക്കുക, നമ്മൾ പലപ്പോഴും നമ്മുടെ തന്നെ ഈ സംഘടനകളുടെ തന്നെ നമുക്ക് വലിയ സങ്കടകരമായിട്ട് തോന്നുന്ന കാര്യമാണ്. അത് മീറ്റിംഗ് തുടങ്ങുമ്പോൾ മൗന പ്രാർത്ഥന നടത്തി തുടങ്ങുന്ന എത്രയോ സന്ദർഭങ്ങൾ നമ്മൾ കാണും. അവിടെ പോലും സ്വർഗസ്വനായ പിതാവേ എന്ന പ്രാർത്ഥന പോലും ചെല്ലാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ സംഘടന അങ്ങോട്ട് രാഷ്ട്രീയ സംഘടനകളുടെ കോപ്പിയടി പോലെ നമ്മുടെ സംഘടനകളും മാറുന്നത് നമ്മൾ ദുഃഖകരമായിട്ടുള്ള യാഥാർത്ഥ്യമായിട്ട് നമ്മൾ തിരിച്ചറിയുന്ന കാര്യമാണ്. ഹംഗറിയുടെ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ അദ്ദേഹം പറയും, ദ മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ് ഐ ക്യാൻ ഗീവ് ടു മൈ ഗ്രാൻഡ് ചിൽഡ്രൻ ഈസ് മൈ ക്രിസ്ത്യൻ ഫെയ്ത്ത്. അദ്ദേഹം പറയാണ്, ദ മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ് എനിക്ക് നൽകാൻ പറ്റുന്നത് എൻ്റെ ക്രൈസ്തവ വിശ്വാസമാണ്. അപ്പോൾ ആ ഒരു ബോധ്യം, സുവിശേഷം പങ്കുവയ്ക്കുന്ന മറ്റുള്ളവർ. ഇനി നമ്മൾ നോക്കി, എന്താണ് ഈ സുവിശേഷം? സുവിശേഷത്തിൻ്റെ അനന്യത എന്താണ്? സുവിശേഷം എന്ന് പറയാൻ ഗുഡ് ന്യൂസ് ആണല്ലോ. എന്താണ് ഈ ഗുഡ് ന്യൂസ്? സുവിശേഷത്തിൻ്റെ അനന്യത 8 കാര്യങ്ങളാണ്. സുവിശേഷത്തിൻ്റെ അനന്യത ഒരുപക്ഷെ അതിൽ കൂടുതലായിട്ട് നമുക്ക് പല കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ പറ്റുമായിരിക്കും. പക്ഷെ ഈ 8 കാര്യങ്ങൾ എല്ലാ സന്ദേശങ്ങളിൽ നിന്ന് സുവിശേഷത്തെ അനന്യമാകുന്നു. ദൈവം തമ്പുരാൻ, ദൈവത്തിൻ്റെ രണ്ടാമത്തെ ആൾ ഭൂമിയിൽ അവതാരം ചെയ്ത് ലോകത്തോട് പറഞ്ഞ ഗുഡ് ന്യൂസ് എന്താണ്? എന്താണ് എല്ലാ ജനതകളോടും നമ്മൾ പ്രഘോഷിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം? 8 വ്യത്യസ്തമായ കാര്യം, ലോകത്തൊരു സ്ഥലത്തും നൽകപ്പെടാത്ത സുവിശേഷത്തിലൂടെ മിശിഹാ തമ്പുരാൻ, സാക്ഷാത് ദൈവം തമ്പുരാൻ പങ്കുവെച്ച 8 കാര്യം. ഒന്നാമത്തെ കാര്യം ഇതാണ്, ആ കാലം വരെ ദൈവത്തെക്കുറിച്ച് ഭീകരനായ വിധിയാളനായി കരുതിയിരുന്നു, ശിക്ഷ സംഹാരകനായി കണ്ടിരുന്നു. അവതാരമെടുക്കുന്ന ദൈവം സംഹാരകനാണ്. ആ തരത്തിൽ തിന്മയെ ഇല്ലാതാക്കുന്ന സംഹാരകനായിട്ടുള്ള, ശിക്ഷിക്കുന്ന വിധിയാളനായ ദൈവത്തെ അവതരിപ്പിക്കുമ്പോൾ മിശിഹാ തമ്പുരാൻ പറഞ്ഞു, എൻ്റെ ദൈവം ഗാഡ് ഈസ് യുവർ ഫ്രണ്ട്, ഗാഡ് ഈസ് യുവർ ഫാദർ, ഗാഡ് ഈസ് സേവിയർ. സംഹാരകനിൽ നിന്ന് രക്ഷകൻ എന്ന തലത്തിലേക്ക് ദൈവത്തിൻ്റെ ചിത്രം വരച്ച് കാണിക്കുന്നു. ലോകം കേട്ട ഏറ്റവും മനോഹരമായ പദം അതുതന്നെയാണ്. അമ്മ, അപ്പൻ, ഇതൊന്നും അല്ലല്ലോ. ഏറ്റവും നല്ല പദം എന്ന് പറയുന്നത് സേവിയർ, രക്ഷകൻ എന്നുള്ള പദമാണ്. അപ്പോൾ ദൈവം നിങ്ങളുടെ പിതാവാണ്, ദൈവം നിങ്ങളുടെ സുഹൃത്താണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഇനിമേൽ നിങ്ങളെ ഞാൻ ദാസരെന്ന് വിളിക്കില്ല, നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാണ്. ആബാ പിതാവേ എന്ന് ഈശോ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. മനോഹരമായ സ്വർഗസ്വനായ പിതാവേ എന്ന പ്രാർത്ഥന. ഒന്നാമത്തെ പ്രധാനപ്പെട്ട സുവിശേഷത്തിൻ്റെ വ്യത്യസ്തത നമ്മളെല്ലാവരോടും പറയും, ഗുഡ് ന്യൂസ് എന്ന് പറയും. ഗാഡ് ഈസ് യുവർ ഫ്രണ്ട്, ഗാഡ് ഈസ് യുവർ ഫാദർ, ഗോഡ് ഈസ് സേവിയർ എന്നാണ്. രണ്ടാമത്തെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ദ അൾട്ടിമേറ്റ് മെസ്സേജ് ദ വേൾഡ് ഹാസ് എവർ ഹേർഡ്, റെസറക്ഷൻ എന്നുള്ളതാണ്, ഉദ്ധാനം. അതാണ് പൗലോസ്ലീഹ പറയുന്നത്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസം നിഷ്ഫലവുമാണെന്ന് പറയുന്നത്. അപ്പോൾ ലോകം കേട്ട ഏറ്റവും മഹത്തായ സന്ദേശമാണ്. ഈ സുവിശേഷം മുഴുവൻ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നതാണല്ലോ പീഡാസഹനവും കുരിശുമരണവും ഉയർപ്പും മിശിഹാ തമ്പുരാൻ്റെ. അപ്പോൾ എല്ലാ പീഡനങ്ങൾക്കും എല്ലാ സഹനങ്ങൾക്കും അപ്പുറം ഉയിർപ്പുണ്ട്, ഒടുങ്ങാത്ത പ്രത്യാശയാണ്. അതിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് വലിയ സൗഖ്യമാണ്.
വലിയ പ്രത്യാശയാണ്. അപ്പോൾ ആ പ്രത്യാശ അത് അതാണ് ഗുഡ് ന്യൂസ്. ലോകം കേൾക്കുന്ന രണ്ടാമത്തെ ഗുഡ് ന്യൂസ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് ഇതാണ്, സഫറിങ് എന്ന് പറയുന്നത് ദിസ് ഈസ് നോട്ട് എ കേഴ്സ്. സഫറിങ് എന്ന് പറയുന്നത്, രോഗം എന്ന് പറയുന്നത്, പിന്നെ ദാരിദ്ര്യം എന്ന് പറയുന്നത്, ഇതൊന്നും ദൈവത്തിൻ്റെ ശാപമല്ല. ബട്ട് ദീസ് ആർ ബ്ലെസ്സിങ്സ് ഓഫ് ഗോഡ്. ഇത് ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാകുന്നതിനാണ് ഇതെല്ലാം. അത് ദൈവമഹത്വത്തിൻ്റെ സന്ദർഭങ്ങളായി കാണാം. നമ്മൾ അൽഫോൻസാമയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നു സഹനത്തെ രക്ഷാകരമാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ദി ഗ്രേറ്റസ്റ്റ് മെസ്സേജ് ഓഫ് കംഫർട്ട്, ആശ്വാസത്തിൻ്റെ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, അത് സുവിശേഷം കൊടുക്കുന്ന അനന്യമായ സന്ദേശമാണ്. നാലാമത്തെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ദർ ഈസ് എ റിട്ടേൺ ഫോർ സിന്നേഴ്സ്. ആ കാലം വരെ പാപികളായ മനുഷ്യർക്ക് തിരിച്ചുവരവില്ലായിരുന്നു, പലരും കൊല്ലപ്പെടുകയായിരുന്നു, ശിക്ഷ പോലും പ്രപ്പോർഷണേറ്റ് അല്ലായിരുന്നു. ഇപ്പോൾ ഒരു സ്ത്രീയുടെ, നമ്മൾ കാണുന്നുണ്ട് ബാഹുബലി എന്ന് പറയുന്ന സിനിമയിൽ, ഒരു സ്ത്രീയുടെ കയ്യിൽ പിടിച്ച് അന്നേരം തല വെട്ടിക്കളയുക, അൺപ്രപ്പോർഷണേറ്റ് ആയിട്ടുള്ളതായിരുന്നു. അതിനുശേഷം തിയറി ഓഫ് പണിഷ്മെന്റ് പിന്നെ നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം പിന്നെ റെട്രിബ്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറയുന്ന രീതിയിലെല്ലാം വന്നു. അപ്പോൾ ഈ ഇങ്ങനെ എന്താണ്, തെറ്റ് ചെയ്തവർ ക്രൂരമായി ശിക്ഷിക്കപ്പെടുന്ന, കൊല്ലപ്പെടുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഈശോ ധൂർത്തപുത്രന്റെ ഒപ്പം പറഞ്ഞിട്ട് പറയാം, ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് റിട്ടേൺ ഫോർ സിന്നേഴ്സ്. അപ്പോൾ പാപികൾക്ക് തിരിച്ചു വരാം, മാനസാന്തരപ്പെടുക, കണ്ണീരൊഴുക്കി. കൃപാപൂർണനായ ദൈവമാണ് മുമ്പിൽ നിൽക്കുക, സ്നേഹസമ്പൂർണനാണ്. അവിടുത്തെ പക്കൽ കണ്ണീരൊഴുക്കി പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് തിരിച്ചു വരൂ എന്നുള്ള ശക്തമായ മെസ്സേജാണ്. അഞ്ചാമത്തെ പ്രധാനപ്പെട്ട മെസ്സേജ് എന്ന് പറയുന്നത് ഇതാണ്, ഹെൽപ്പിംഗ് ദ പൂവർ ഈസ് ഹെൽപ്പിംഗ് ഗോഡ്. നിങ്ങൾ ഇത് ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. അങ്ങനെ ഒരു മെസ്സേജ് ലോകം കേട്ടിട്ട് ഒരു സ്ഥലത്തും ഇല്ല. സാക്ഷാൽ ദൈവം തമ്പുരാൻ ഈശോ മിശിഹ ഭൂമിയിൽ അവതാരം ചെയ്ത് പറഞ്ഞ ഗുഡ് ന്യൂസ് അതാണ്. ദരിദ്രരെ നിങ്ങൾ സഹായിക്കുമ്പോൾ, അങ്ങനെയല്ലേ നോക്കൂ, സഭയിലൂടെ, സഭ എന്ന് പറയും എന്തുകൊണ്ടാണ് പറയുന്നത്, അവർക്ക് മാമോദീസ നൽകൂ എന്ന് പറയുന്നതിന് കാരണം ഭൂമിയിലെ സാന്ത്വനത്തിന്റെ സത്രമാണ് സഭ. അവിടെയാണ് സൗഖ്യത്തിന്റെ സത്രമാണ് സഭ. അപ്പൊ സ്വർഗത്തിന്റെ, ഭൂമിയുടെ മുന്നാസ്വാദനാണ്, പ്രതീകമാണ്. അങ്ങനെയാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ആറാമത്തെ പ്രധാനപ്പെട്ട മെസ്സേജ് എന്ന് പറയുന്നത് ഇതാണ്, ദ മെസ്സേജ് ഓഫ് ഫോർഗീവ്നെസ്. ക്ഷമിക്കുക, മറ്റുള്ളവരോട് നിരുപാധികം ക്ഷമിക്കുക. നീ 70 പ്രാവശ്യം ക്ഷമിക്കണം എന്ന് ഈശോ പറയുന്നുണ്ടല്ലോ. അപ്പോൾ പ്രതികാരം എന്ന ചിന്ത അത് മാറ്റുകയാണ്. പ്രതികാര ചിന്ത മാറ്റി ശത്രുവിനോട് പോലും ക്ഷമിക്കുക. ലവ് യുവർ എനിമീസ്. അടുത്ത പ്രധാനപ്പെട്ട സന്ദേശം. ലോകം അങ്ങനെ ഒരു മെസ്സേജ് ഇല്ല, വേറെ ഒരു സ്ഥലത്തും ഇല്ലല്ലോ. അതുകൊണ്ടാണ് സെർമൺ ഓൺ ദ മൗണ്ട് നമ്മൾ പറയുന്നത്, ഇത് ഹയസ്റ്റ് എത്തിക്കൽ ടീച്ചിങ് ദ വേൾഡ് ഹാസ് എവർ ഹാഡ്. എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ കയറി നിൽക്കുന്ന പോലെയാണ് ലവ് യുവർ എനിമീസ് എന്ന് പറഞ്ഞിട്ട്. ഇനി അപ്പുറത്തേക്ക് ആർക്ക് എന്താണ് പറയാൻ പറ്റുന്നത്? ഒന്നും പറയാൻ പറ്റില്ല, താഴേക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പിന്നീട് വന്ന പല കാര്യങ്ങളിലൊക്കെ അതിന് താഴെയാണ് നിൽക്കുന്നത്, അതിന് മുകളിലേക്കില്ല. ഏഴാമത്തെ പ്രധാന മെസ്സേജ് എന്ന് പറയുന്നത് സാക്രിഫൈസ്. സോ സാക്രിഫൈസ് യുവർ ലൈഫ് ഫോർ യുവർ നെയ്ബർ. അല്ലെങ്കിൽ സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഉദാത്തമായ സബ്ലൈം മെസ്സേജ് ഓഫ് അൾട്രൂയിസം. അത് എത്രയോ മനോഹരമാണ്. ഞാൻ ഓർക്കുന്നത് 2018 എന്ന് പറയുന്ന ഒരുപക്ഷെ കേരള സിനിമാ ചരിത്രത്തിൽ തിയേറ്ററുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം നേടി എന്ന് പറയപ്പെടുന്ന, സത്യസന്ധമായിട്ട് പറയുന്നു, മറ്റൊക്കെ നമുക്കറിയാം പല ഫാൾസ് അതിൻ്റെ പ്രൊമോഷനായിട്ടൊക്കെ പറയുന്നു. ആ ഒരു സിനിമ ഒരുപക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഭൂരിഭാഗം പേരും കണ്ട് എന്ന് പറയുന്ന ആ സിനിമയുടെ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു അന്ധനായ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി വെള്ളത്തിലേക്ക് പോയി ടൊവിനോ അവതരിപ്പിക്കുന്ന കഥാപാത്രം രക്ഷിക്കുകയാണ്. ആ രക്ഷിച്ച് മുകളിലേക്ക് വിടുന്നു. പോകുന്നതിൻ്റെ ഇടയ്ക്ക് കാല് ഉടക്കി ടൊവിനോയുടെ കഥാപാത്രം മരിക്കുകയാണ്. വെള്ളത്തിൽ മരിക്കുമ്പോൾ ഈ ജൂഡ് ആന്റണി അവതരിപ്പിക്കുന്ന വലിയൊരു പിക്ചറുണ്ട്. പ്രതീകാത്മകമായിട്ടൊരു സിനിമയുടെ ബ്യൂട്ടി എന്ന് പറയുന്നത്, കൈ ഇങ്ങനെ പിടഞ്ഞ് ആ വെള്ളത്തിൽ ഇങ്ങനെ മരിച്ചു കിടക്കുമ്പോൾ വെള്ളത്തിൽ ഒരു കുരിശ് കിടക്കുന്നതായിട്ടാണ് നമ്മൾ ലോകം കണ്ട ഏറ്റവും വലിയ സാക്രിഫൈസിൻ്റെ വഴിയിൽ നോക്കുക. ഈ ജീവനാർപ്പണത്തെ കൊണ്ടുവന്ന് ആ സിനിമാ സംവിധായകൻ നിർത്തുകയാണ്. അവസാനം എട്ടാമത്തെ, ഇതിലപ്പുറം ഒരുപാട് മെസ്സേജുകൾ, അനന്യതകൾ സുവിശേഷത്തിനുണ്ട്. പക്ഷേ ഇതുപോലെ നമ്മളിവിടെ കാണുന്ന എട്ടാമത്തെ ഇതാണ്, ദ ഡിഗ്നിറ്റി ഓഫ് വിമൻ.
സ്ത്രീയുടെ എന്നെ ഒരു സ്ത്രീയോ പന്നിയോ ആയി സൃഷ്ടിക്കാത്ത ദൈവമേ നന്ദി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്ന യഹൂദരുടെ ഇടയിലാണ് സുവിശേഷത്തിലെ ഏറ്റവും വലിയ മെസ്സേജ് പങ്കുവെക്കാനായിട്ട് ആദ്യം തിരഞ്ഞെടുക്കുന്ന ഒരു സ്ത്രീയാണ്. റെസറക്ഷൻ, ഇതാ മിശിഹ സത്യമായി ഉയർത്തെഴുന്നേറ്റു എന്ന വാർത്ത സ്ത്രീയെ കൊണ്ടാണ് മറ്റുള്ളവരോട് പറയുന്നത്. ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് സ്ത്രീക്കാണ്. അപ്പോൾ ആ തരത്തിൽ സുവിശേഷത്തിൻ്റെ ഈ അനന്യത അത് നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റുന്നുണ്ടോ? മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ കുട്ടികളെ തന്നെ, വളർന്നു വരുന്ന കുട്ടികളെ തന്നെ എന്താണ് സുവിശേഷത്തിൻ്റെ അമൂല്യത, അനന്യത എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുന്നത്? ഞാൻ ഓർക്കുന്നത് കുറേ കാലങ്ങൾക്ക് മുമ്പ് ഒരു യൂത്തിൻ്റെ ഒരു മീറ്റിങ്ങിൽ ചെന്നിട്ട്, അത് എവിടെയല്ല, കുറേ പുറത്തൊരു സ്ഥലത്ത് ചെന്നു, ഇന്ത്യയിൽ തന്നെ. അപ്പോൾ അവർ മലയാളികൾ തന്നെയാണ്. അവർ പറയാണ്, 12ാം ക്ലാസ് കഴിഞ്ഞ് ഒരു പയ്യൻ എന്നോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് അച്ഛാ ഞങ്ങൾ 12ാം ക്ലാസ് കഴിഞ്ഞ് തൊട്ട അടുത്ത ആഴ്ച ഞങ്ങൾ പള്ളിയുടെ പുറത്ത് നിൽക്കണമെന്ന് തോന്നുന്നത്? അപ്പോൾ എനിക്ക് മറുപടിയൊന്നും ഉണ്ടായി. ഞാൻ ആ യൂത്തിനോട് തന്നെ പറയും, നീ തന്നെ ഒന്ന് പറഞ്ഞ് സത്യസന്ധമായിട്ട് എന്താ അതിന് കാരണം? അപ്പോൾ അവൻ പറഞ്ഞു, ഞങ്ങൾക്ക് വേദപാഠം അനുഭവമായിട്ട് മാറുന്നില്ല, മതബോധനം ഞങ്ങൾക്ക് അനുഭവമായിട്ട് മാറുന്നില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ടതാണ്. സുവിശേഷത്തിൻ്റെ അനന്യത എന്താണ് ക്രൈസ്തവ സഭ ലോകത്തിന് നൽകിയ സംഭാവന? എങ്ങനെയാണ് ലോകം ഇന്ന് ജീവിക്കാൻ പറ്റുന്ന നാടാകുന്നത്? എന്തുകൊണ്ടാണ് സുവിശേഷം പങ്കുവയ്ക്കപ്പെടുന്നിടത്ത് ഏറ്റവും ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. പക്ഷേ ഇന്ന് നമ്മൾ യുവജനങ്ങളെയൊക്കെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന സിനിമകളിലൂടെയൊക്കെ പർപ്പസ്ഫുള്ളായിട്ട് ഒരു മികച്ച സംവിധായകൻ്റെ 2-3 സിനിമകൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അയാളുടെ എല്ലാ സിനിമകളിലും അയാൾ പ്രതിസ്ഥാനത്ത് വില്ലനായിട്ട് നിർത്തുന്നത് ക്രിസ്ത്യൻ പേരുള്ള കഥാപാത്രങ്ങളെയാണെന്നുള്ളവർക്ക് അത് നിസ്സാരമാണെന്ന് തോന്നുന്നില്ല. അതിലൂടെ കൊടുക്കുന്ന വളരെ സുവിശേഷത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മെസ്സേജ്. പ്രിയപ്പെട്ടവരെ, ലോകമെങ്ങും പോയി നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന് ഈശോ പറയുന്ന ഈ ഭാഗത്തെ നമ്മൾ കൂടുതൽ ശക്തമായിട്ട് നമ്മൾ പ്രാധാന്യത്തോടെ നമ്മൾ ധ്യാനിക്കേണ്ടതുണ്ട്. ഈശോ നമ്മെ അനുഗ്രഹിക്കും. Subscribe now and press the bell icon. Never miss an update.